We are going to start the class. We are reaching the page number 17. In the last class, we completed the lesson, the Vice Minister. And today, okay. In the last class, we completed right, true, T for true and F for false. And today, we have to fill that blanks. അല്ലേ ബി എൽ എന്ത് ചെയ്യേണ്ടത് എന്താണ് ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എ ചെയ്തു ഇനി ബി എൽ എന്ത് ചെയ്യേണ്ടത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചെയ്തതായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു ചെയ്തില്ല ഏത് ഒന്ന് പറ ചെയ്തോ നോ ഓക്കെ then fill in the blanks. Chatura was a dash minister. Chatura was a പറഞ്ഞു എനിക്ക് ഇവിടുന്ന് കൈ കാണിക്കണ്ട പറഞ്ഞു ആൻസർ എനിക്ക് ഇവിടുന്ന് കാണാം Chatura was a wise minister. Yes, you can write there wise. Second one. In the forest, the king and Chatura saw a carpenter. ഫോറസ്റ്റിൽ ആരെയാ കണ്ടത് കാർപ്പന്ററിനല്ലേ എഴുതിക്കോ തുടങ്ങിയല്ലോ സേറ ക്രിസ്റ്റിസിൻഡോ വീഡിയോ ഓൺ ചെയ്ത മോനെ സേറ വീഡിയോ ഓൺ ചെയ്തേ carpenter 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 ആൻസ്ട്രോസ് വീഡിയോ ഓഫ് ചെയ്തേ third one the stranger had just eaten was not hungry നമ്മുടെ കാർപ്പന്റർ ആ സ്ട്രേഞ്ചർ കാർപ്പന്റർ ആണ് സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞത് അദ്ദേഹം കഴിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിശപ്പില്ല സേറ ആൻഡ് ആൻസ്ട്രോസ് നിങ്ങൾക്ക് മാത്രമാണല്ലോ ഈ കുഴപ്പം Then fourth one, the king was not angry. He was just amused. Amused, AMUSED. Amused. Okay, completed. ക്രിസ്റ്റിക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞ മോനെ എന്താ ആഷിന് എന്താണ് പറയാനുള്ളത് വെച്ച് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും മോനെ സ്പീഡില് ബാക്കി എടുക്കണ്ടേ ക്ലാസ് മൂന്നാമത്തെ നാലാമത്തെ കിട്ടിയില്ല third one the stranger had just eaten was not hungry HUNGRY hungry
Fourth one, the king was not angry, he was just amused. AMUSED, amused. ആൻസ്ട്രോസെ കൈ അടങ്ങി നിൽക്കില്ല. എത്ര പ്രാവശ്യം പറയണം നിങ്ങളോട്? എന്തീ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്? What are you doing there? അതുപോലെ തന്നെ സേറനോടൊരു കാര്യം, ഇനി വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ക്ലാസ്സിൽ കയറ്റില്ല, എന്റെ ക്ലാസ്സിൽ കയറുക വേണ്ട. We are not going to discuss answer these questions. We can do it in the next class. Next class വരെ ചെയ്യാം. നിങ്ങൾ പേജ് നമ്പർ 18 എടുക്കുക. 18, പേജ് നമ്പർ 18. Pick out all the words from the lesson that end with the suffix ly. ly എന്ന സഫിക്സിൽ അവസാനിക്കുന്ന എല്ലാ വേർഡ്സും നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്നും എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ly എന്ന ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന വേർഡ്സ് ടെക്സ്റ്റിൽ നിന്നും എടുത്ത് എഴുതുക. Take it as a homework. നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് എടുത്താൽ മതി, അതിപ്പോ ചെയ്യണ്ട. And ഈ നോക്കിക്കോ, add the suffix ly to these words. താഴെ തന്നിരിക്കുന്ന വേർഡ്സിന്റെ കൂടെ ly ചേർത്ത് എഴുതുക. ഓക്കെ, താഴെ തന്നിരിക്കുന്ന വേർഡ്സിന്റെ കൂടെ സഫിക്സ് ആയ ly ചേർത്ത് എഴുതുക. എന്താ സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വേർഡിന്റെ അവസാന ഭാഗം കൂട്ടിച്ചേർക്കുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനെയാണ് സഫിക്സ് എന്ന് പറയുന്നത്. Then what do you mean by prefix? That we add before the words, അല്ലേ? വേർഡ്സിന് മുൻപേ ആഡ് ചെയ്യുന്നതാണ് എന്ത്? പ്രിഫിക്സ്. അൺഫർഗറ്റബിൾ, ഫോർഗറ്റബിൾ എന്ന വേർഡിന്റെ മുമ്പിൽ നമ്മൾ അൺ ചേർത്തു. ആ അൺ എന്നുള്ളത് UN എന്നുള്ളത് എന്താണ്? പ്രിഫിക്സ് ആണ്. മനസ്സിലായോ? അൺബിലീവബിൾ, ഇംപെർഫെക്റ്റ്. മനസ്സിലായോ? പെർഫെക്റ്റ് എന്ന വേർഡിന്റെ മുൻപിൽ IM ചേർത്തപ്പോ ഇംപെർഫെക്റ്റ് ആയി. ആ IM എന്നുള്ളത് എന്താണ്? പ്രിഫിക്സ് ആണ്. ഓക്കെ, യെസ്. ദെൻ താഴെ തന്നിരിക്കുന്ന വേർഡ്സിന്റെ കൂടെ ly ചേർത്തത്, ly എന്നുള്ള സഫിക്സ് ചേർത്ത് എഴുതുക. ബ്യൂട്ടിഫുൾ became beautifully. നിങ്ങൾക്ക് എഴുതാം ഇവിടെ ബ്യൂട്ടിഫുള്ളി. ആഗ്നസ് എഴുതണേ, ബ്യൂട്ടിഫുൾ became beautifully. ബ്യൂട്ടിഫുൾ എന്ന് എഴുതുക, അതിന്റെ കൂടെ ഒരു ly കൂടി ചേർത്ത് എഴുതിയ ബ്യൂട്ടിഫുള്ളി ആയി. കേട്ടല്ലോ? നെക്സ്റ്റ് സ്ട്രേഞ്ച്. സ്ട്രേഞ്ച്ലി. സ്ട്രേഞ്ച് എന്ന് എഴുതുക, അതിന്റെ കൂടെ ly ചേർത്ത് എഴുതുക. സ്ട്രേഞ്ച്ലി, സ്ട്രേഞ്ച്ലി. തേർഡ് വൺ, ഡെലിക്കേറ്റ്. ഡെലിക്കേറ്റ്, ഡെലിക്കേറ്റ്ലി. ഡെലിക്കേറ്റ് എന്ന് എഴുതുക, അതിന്റെ കൂടെ ly ചേർത്ത് എഴുതിയാൽ മതി. ഡെലിക്കേറ്റ്ലി. നെക്സ്റ്റ് ക്യുക്ക്. ക്യുക്ക്, ക്യുക്ക് became quickly. ക്യുക്ക് എന്ന് എഴുതുക, അതിന്റെ കൂടെ ly ചേർത്ത് എഴുതുക. ക്വിക്ലി. നെക്സ്റ്റ് ഇൻസ്റ്റന്റ് became instantly. ശംഭി എഴുതിയോ? മൊത്തം എഴുതി കഴിഞ്ഞോ? Show me your text. Yes, okay. Then right. Right became rightly. Right became rightly. Wonderful became wonderfully. Soft became softly. Proud became proudly. And weak became weakly. എഴുതിക്കോ.
Okay, finished? ഇനിയും എഴുതി കഴിയാത്തവർ എത്ര പേരുണ്ട്? എഴുതി കഴിയാത്തവർ സേറ എഴുതി കഴിഞ്ഞോ? സേറ എഴുതുന്നില്ല, എന്നിട്ട് എഴുതുന്നുല്ലേ? എഴുതി കഴിഞ്ഞോ എന്നാണ് എന്റെ ചോദ്യം. എഴുതി കഴിഞ്ഞോ? പിന്നെ എന്താ എഴുതാത്തത്? മ്യൂട്ട് ചെയ്യരുത്. ഞാൻ ചോദിക്കുന്ന ആൻസർ പറഞ്ഞിട്ട് മാത്രം മ്യൂട്ട് ചെയ്താൽ മതി. എന്തേ എഴുതാത്തത്? സേറനോട് ഞാൻ ചോദിക്കുന്നത് എന്താ എഴുതാത്തേന്ന്? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ അത് ചേർത്ത് എഴുതാൻ പറ്റില്ലേ? ഓരോ വേർഡ്സ് എഴുതി അതിന്റെ കൂടെ സഫിക്സ് ആഡ് ചെയ്യാന്ന് വെച്ച് എഴുതി കൂടെ നിനക്കത് നോട്ട്ബുക്കില്? ടെക്സ്റ്റ് ബുക്കിൽ മാത്രമല്ല നോട്ട്ബുക്കിൽ എഴുതാനൊക്കെ പറ്റും കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നീ ഇത് തന്നെ ആവർത്തിച്ച എന്നോട്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ നോട്ട്ബുക്കിലേക്ക് എഴുതുക. നീ ആരെയും പറ്റിക്കാൻ നോക്കുന്നത്? എത്ര പ്രാവശ്യം ഞാൻ നേരത്തെ നിന്നോട് വീഡിയോ ഓൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു? നീ ചെയ്തോ? ഹെഡ്സെറ്റ് ഊരി വെച്ചേ. ഹെഡ്സെറ്റ് ഊരി വെച്ചിട്ട് എന്റെ ക്ലാസ്സിൽ ഇരുന്നാൽ മതി. എല്ലാവരോടും കൂടി പറയുന്നത് ഹെഡ്സെറ്റ് വെച്ച് എന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട. ഊരി വെച്ച ഹെഡ്സെറ്റ് ഊരിയോ? നിങ്ങളെ പഠിപ്പിക്കുന്ന വീട്ടുകാരെല്ലാവരും കേൾക്കട്ടെ. എല്ലാ ദിവസവും ഇത് പറയിപ്പിക്കണം, കേൾക്കണം നേർച്ചയാ സേറയ്ക്ക്? വീഡിയോ ഓഫ് ചെയ്യരുത്, സോറി മ്യൂട്ട് ചെയ്യാൻ പാടില്ല. മ്യൂട്ട് ചെയ്യാതെ ക്ലാസ്സിലിരുന്നു അവിടെ. കേട്ടല്ലോ? എഴുതാതിരിക്കുന്നു. എന്നിട്ട് ലെറ്റ് us learn grammar. നെക്സ്റ്റ് നോക്കുക. ബാക്കിയുള്ളവരുടെ സമയമാണ് ഈ പോകുന്നത്. അടുത്തത് ആൻസേഴ്സ് പ്രിൻസ്. അടുത്തത് നിനക്കായിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്. Let us learn grammar. Okay. നോക്ക് അവിടെ. Today we are going to learn about pronouns. നമുക്ക് noun എന്താണെന്ന് അറിയാം. What do you mean by noun? എന്താ noun? A noun is the name of a person, place, animal or thing. Okay. And today we are going to learn about pronouns. What do you mean by pronouns? The words that we use instead of nouns is known as pronouns. അതായത് നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സിന് നമ്മൾ എന്ത് പറയുന്നു? പ്രൊനൗൺസ് എന്ന് പറയുന്നു. നൗണിന് പകരം ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുന്ന വേർഡ്സിന് നമ്മൾ പ്രൊനൗൺസ് എന്ന് പറയുന്നു. സേറനോട് എനിക്ക് എന്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരുന്നാൽ മതി ക്ലാസ്സിൽ. കേട്ടല്ലോ? ഇപ്പൊ ഞാൻ ചോദിച്ചേക്കാം. Pronouns are words that are used instead of nouns. Underline that sentence. Pronouns are words that used instead of nouns. We use them to avoid repeating nouns in a sentence. Okay, ഒരു സെന്റൻസ് നോക്കിക്കോ. And here, Alna is a girl. Alna is studying in 4th standard. Alna is a smart girl. Okay, Alna studying in True Light English School. ഈ അല്ല 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 നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കണോ ഒരു പാരഗ്രാഫില് ഇല്ല ഒരു സെന്റൻസില്? വേണോ? വേണ്ട, അതിന്റെ ആവശ്യമില്ല അല്ലേ? Alna is a girl. She is studying in 4th class. അപ്പൊ Alna is studying in 4th class എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? She എന്നുള്ള വേർഡ് യൂസ് ചെയ്തു, അവൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്തു അല്ലേ? She is studying in 4th class and she is studying in True Light English School. നമ്മൾ അതിന് പകരം she എന്നുള്ള pronoun യൂസ് ചെയ്തു.
അപ്പൊ ഇവിടെ പറയുന്നത് ഒരു സെന്റൻസിലെ നൗൺ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഏത്? പ്രൊനൗൺസ്. അതായത് ഒരു സെന്റൻസിലെ നൗൺസിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് എന്ത്? പ്രൊനൗൺസ്. There are several types of pronouns. പ്രൊനൗൺസിന് ഒരുപാട് ടൈപ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. The pronouns which refer to people and things are called personal pronouns. അതായത് തിങ്സിനെയും പീപ്പിളിനെയും, പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പേഴ്സൺ ആണ്, വ്യക്തികളാണ്, ജനങ്ങളാണ്, ആൾക്കാരാണ് പീപ്പിൾ. ഓക്കെ, അപ്പൊ പീപ്പിളിനെയും തിങ്സിനെയും റെഫർ ചെയ്യുന്ന പ്രൊനൗൺസിനെ നമ്മൾ പറയുന്ന പേരാണ് പേഴ്സണൽ പ്രൊനൗൺ. ഓക്കെ, പേഴ്സണൽ പ്രൊനൗൺ. പ്രൊനൗൺസ് ഏതിനൊക്കെ? പീപ്പിളിനെയും തിങ്സിനെയും റെഫർ ചെയ്യുന്ന പ്രൊനൗൺസിന് നമ്മൾ പറയുന്ന പേരാണ് പേഴ്സണൽ പ്രൊനൗൺ. Yes, then we use personal pronouns when we talk about ourselves or others, or when we refer to something. I, me, you, our, he, him, she, her, it, we, us, they and them are personal pronouns. Here are some examples for personal pronouns. You can underline that sentence. I, me, you, our, he, him, she, her, it, we, us, they and them are personal pronouns. കിട്ടിയോ? Okay. Examples: Ravi had a heavy dinner. He is going for a walk. നോക്കിയ സെന്റൻസസ് ഏറാ? രവി ഹാഡ് എ ഹെവി ഡിന്നർ. രവി ഹാഡ് എ ഹെവി ഡിന്നർ. അടുത്തത് രവിക്ക് പകരം അവിടെ യൂസ് ചെയ്ത് ഏതാണ് പ്രൊനൗണ്? ഹി. ഹി ഈസ് ഗോയിങ് ഫോർ എ വാക്ക്. ഹി ഈസ് ഗോയിങ് ഫോർ എ വാക്ക്. My brother and I like to play. We play football every day. My brother and I like to play. എനിക്കും എന്റെ ബ്രദറിനും കളിക്കാൻ ഇഷ്ടമാണ്. ഞങ്ങൾ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട്. Next, filling the blanks with the personal pronouns. Filling the blanks with personal pronouns. First one, Jacob is my neighbor. Dash are good friends. അവിടെ ഏതാ വരുന്നത് പ്രൊനൗൺസില്? ഡേ ആണോ? അല്ല, ഷെഫി പറഞ്ഞോ, കാണാം എനിക്ക്. ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാം. ശ്രീദേവ് എന്താ പറഞ്ഞേ? വി ആണ് മക്കളെ. അവിടെ നോക്കിയേ, ലിസൺ. Jacob is my Jacob is my neighbor. ജേക്കബ് എന്റെ അയൽവാസിയാണ്. We are good friends. നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ് എന്നല്ലേ പറയേണ്ടത്? അവർ നല്ല ഫ്രണ്ട്സ് ആണെന്നാണോ? നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെന്നല്ലേ പറയേണ്ടത്? അപ്പൊ you have to write there we. W should be capital. Second one, കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. I went to the I went to Nilgiris with my parents. Dash is a beautiful place. Dash stayed there for 5 days. പറഞ്ഞോ, നിങ്ങൾക്ക് ആൻസർ പറയാം. You can unmute. It is a beautiful
beautiful place. Yes, it is a beautiful place. It is a beautiful place. We stayed there for 5 days. We can write there we. എഴുതിക്കോ മക്കളെ എഴുതിക്കോ we. ബാക്കിയുള്ള വർത്താനൊന്നും എനിക്ക് ഇവിടെ കേൾക്കണ്ടേ, ക്ലാസ്സിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. Third one, Ali does not take good care of his teeth. He has got cavities. He ആണ് അവിടെ എഴുതിക്കോ he. Kavita talks all the time. Dash must learn to listen to. She ആണ് അവിടെ എഴുതിക്കോ she. എഴുതിക്കോ she എഴുതിക്കോ. മിസ്സേ കറണ്ട് പോയതുകൊണ്ടൊന്നും കേൾക്കുന്നില്ലേ? 1 minute. മിസ് ക്ലാസ്സിൽ നിന്ന് പോയി. 7th one, we keep our house neat and clean. We all work together. You can write there we all work together. 8th one, I have a pet puppy. I love to play with it. Have you finished reading the book? Please give dash back to me. Immaano avade it to me. Have you finished reading the book? Please give it back to me. ആഷിനെ ഇപ്പൊ പറയുന്നത് എഴുതിയെടുക്കാം, എന്നിട്ട് ലാസ്റ്റ് ചോദിക്കാം. ഇപ്പൊ പറയുന്നത് ഇപ്പൊ എഴുതിയെടുക്കേ, ഡൗട്ട് ലാസ്റ്റ് ചോദിക്കാം. 9th one ഇപ്പൊ മിസ് പറഞ്ഞത് have you finished reading the book? Please give it back to me. Then last one, 10th one, Uma is my friend. I like her a lot. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. Uma is my friend. I like her a lot. Okay, Ashin, what's your doubt? Ashin. No answer. Next G നമ്മൾക്ക് വേണ്ട, അത് വലിയ ഇമ്പോർട്ടന്റ് ഉള്ളതല്ല. Let us listen ഉം വേണ്ട, we can skip that. Next let us speak ആണ് അവിടെ ഉള്ളത്, നമുക്ക് നോക്കാം. Then let us write a letter to your grandfather thanking him for a wonderful birthday gift. നമ്മൾ ഒരു ലെറ്റർ എഴുതാൻ പഠിച്ചതല്ലേ, ഒരു ലെറ്റർ നമ്മൾ എഴുതിയതല്ലേടോ കഴിഞ്ഞ സെമ്മില് അല്ലേ? എന്താണ് അല്ല പറയൂ, നിങ്ങൾ ഡൗട്ട് തീർക്കട്ടെ. 8th one പറയുവോ? 8th one, I have a pet puppy. I love to play with it.
എന്തേ സേബ? സേബ ഇവിടെ. സേബ, turn on your video. മിസ് ഫസ്റ്റ് വൺ തൊട്ട് പറയോ? കറണ്ട് പോയായിരുന്നു. ഞാൻ ഇപ്പൊ ഫോണിലാ മിസ് കയറിയേക്കുന്നത്. ഒരു കാര്യം ചെയ്യാം. അപ്പൊ മോള് യൂട്യൂബിലെ ക്ലാസ് കാണും. ഇനി ഇത് 1 മുതൽ 10 വരെ പറയാ കുറച്ച് പണിയല്ലേ. ബാക്കി പറയുന്നത് ശ്രദ്ധിക്കുക. അത് യൂട്യൂബിലെ ക്ലാസ് കേട്ട് എഴുതുക. എഴുതി എന്നെ ഫില്ലാക്കി കാണിക്കുകയും വേണം കേട്ടാ സേബ. എന്താണ് നിങ്ങൾക്കെല്ലാം? എന്തേ നിഹാലേ? മൂന്നാമത്തെയും നാലാമത്തെയും കിട്ടിയില്ല. ഫോർത്തും Ali does not take good care of his teeth. He has got cavities. Kavita talks all the time. She must learn to listen too. Okay, finished. And the last one, let us write is your homework. And നിങ്ങളുടെ homework ആയിട്ട് എഴുതിയെടുക്കാം. Write a letter to your grandfather thanking him for a wonderful birthday gift. നിങ്ങളുടെ ബർത്ത്ഡേ കഴിഞ്ഞു വിചാരിക്കുക. നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് ലെറ്റർ എഴുതുക. ലെറ്ററിന്റെ ഫോമാറ്റും എല്ലാം ഞാൻ കഴിഞ്ഞ സെമ്മിൽ ഒരു പ്രാവശ്യം കത്ത് എഴുതി തന്നിട്ടുണ്ട്, ലെറ്റർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അത് നോക്കി എഴുതിയിട്ട് വരിക. സേറനോട് ആരാ പറഞ്ഞേ? ഓക്കെ, ഞാൻ തന്നെ മ്യൂട്ട് ചെയ്തത്. അൺമ്യൂട്ട് ചെയ്ത സേറ. ഇനി മുതൽ സേറ അൺമ്യൂട്ട് ചെയ്താണ് എന്റെ ക്ലാസ് ഇരിക്കാൻ പോകുന്നത്. ദാറ്റ്സ് എ പണിഷ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ്. ബാക്കിയൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ടില്ല. ആൻസർ ദിസ് ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. I think that's enough for today. Okay, then shall we wind up the class? Wind up the class? Yes. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇത് നിർത്തിയേക്കാം. കാരണം ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീരില്ല. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, then bye. ഹോംവർക്ക് ചെയ്ത് ലെറ്റർ എഴുതിയിട്ട് മാത്രം അടുത്ത ക്ലാസ്സിൽ വന്നാൽ മതിയേ. സേറ കേൾക്കുന്നുണ്ടല്ലോ പ്രത്യേകിച്ച്.